കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു ആവശ്യമുള്ള ദൈവത്തിന് വനവുമായി കടന്നു വരുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, ദൈവത്തിന്റെ വനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ വനത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ദൈവം അറിയിച്ചിട്ടുണ്ട്. ഈ അന്ത്യകാലത്തെക്കുറിച്ചും അനർത്ഥത്തെക്കുറിച്ചും അപകടത്തെക്കുറിച്ചും കർത്താവ് മുന്നമേ അറിയിക്കുന്ന കാര്യങ്ങൾ ഈ അന്ത്യകാലത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലേതെല്ലാം കാര്യങ്ങളാണ് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ കാര്യം ഞാൻ നിങ്ങൾ മറന്നു പോകട്ടെ. എന്തിനാണ് വചനം പിന്നെയും ഓർപ്പിക്കുന്നത്? ഈ കാര്യങ്ങളെല്ലാം വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതായ സംശയങ്ങളും അഭിപ്രായങ്ങളും പലതും മനുഷ്യർക്ക് ഉണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സത്യം മനസ്സിലാക്കണം. ദൈവത്തിന് വചനത്തിൽ പറയാത്ത ഒരു കാര്യങ്ങളും ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അന്ധകാരാവൃതമായ ലോകം, എല്ലാ കണ്ണുകളും മങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. എന്നാൽ ഇന്ന് വർക്കാലം പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങളും അറിയണം, പ്രൈസ് ദി ലോർഡ്, മങ്ങിടാത്ത കണ്ണ് എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വർഗത്തിലുണ്ട്. ഈ ലോകത്തിൽ എൻ്റെയും നിങ്ങളുടെയും മൊഴികൾ കേൾക്കുവാൻ, വാക്കുകൾ കേൾക്കുവാൻ ആരുമില്ല. നമ്മുടേതായ വിഷയങ്ങൾ, നമ്മുടേതായ ആവശ്യങ്ങൾ പറയുമ്പോൾ പലരും കണ്ടും കാണാതെയും പോകുമ്പോൾ ഇന്ന് വർക്കാലം ഞാനും നിങ്ങളും അറിയണം, പ്രൈസ് ദി ലോർഡ്, എൻ മൊഴി കേൾപ്പാൻ ഭൂവിൽ കാതില്ലെങ്കിലും ചെമ്മയായി തുറന്ന ഒരു കാത് ഇന്ന് വർക്കാലം നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും സ്വർഗത്തിലുണ്ടെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മാനുഷികമായ കൈകളെല്ലാം താണു പോകുമ്പോൾ, ഹല്ലേലൂയ, മാനുഷികമായ കൈകളെല്ലാം പുറകോട്ട് പിൻവലിക്കുമ്പോൾ, മാനുഷികമായ കരങ്ങളെല്ലാം നമുക്ക് അനുകൂലമായി നീട്ടേണ്ടതായ കരങ്ങൾ പ്രതികൂലമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ക്ഷീണിക്കാത്തൊരു കരം ഇന്ന് പലക്കാലം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ മറന്നു പോകല്ലേ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരിക്കലും ക്ഷീണിച്ചു പോകല്ലേ, ഒരിക്കലും തളർന്നു പോകല്ലേ, ഒരിക്കലും ഇടറിപ്പോവാൻ പതറിപ്പോവാൻ ഇടയാകാതെ വണ്ണം ദൈവത്തിന്റെ വാനത്തിൽ കൂടി പറയുന്ന ദൈവത്തിൻ്റെതായ വാക്തത്വങ്ങൾ, ദൈവത്തിൻ്റെതായ അരുളപ്പാടുകൾ, ദൈവത്തിൻ്റെതായ കൽപ്പനകളെ പ്രമാണിച്ചു മുൻപോട്ട് പോയാൽ ഞാനും നിങ്ങൾ ഒരു നാളും ലജ്ജിക്കേണ്ടതായിട്ട് വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വർക്കാലം അറിയണം, ക്ഷീണിക്കാത്തൊരു കരം, മങ്ങിപ്പോകാത്തൊരു കണ്ണ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഉണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് വനത്തിൽ കാണുന്നു. ഹല്ലേലൂയ. രക്ഷിപ്പാൻ കഴിയാതെ ഹോര കരം കുറുകിപ്പോയോ? കേൾപ്പാൻ വഹിയാതെ ചെവി മന്ദമായി പോയോ? ഒരിക്കലും ദൈവത്തിന് കരം കുറുകിപ്പോയിട്ടില്ല, ഒരിക്കലും അവരുടെ ചെവി മന്ദമായിട്ടില്ല എന്നുള്ള കാര്യം ഞാനും നിങ്ങൾ മറന്നു പോകല്ലേ. അതുകൊണ്ട് വചനത്തിൽ ആശ്രയിക്കുക, ബലപ്പെടുക, ധൈര്യം പ്രാപിക്കുവാൻ. പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ പ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കണം. വിശ്വാസത്തിൽ ആരോഗ്യം എനിക്കും നിങ്ങൾക്കും കിട്ടണമെങ്കിൽ ഞാനും നിങ്ങളും ദൈവത്തിന്റെ വചനം അറിഞ്ഞിരിക്കണം. ദൈവം എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും ആ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് വചനത്തിൻ്റെതായ ശക്തി ഏറ്റെടുത്തെങ്കിൽ മാത്രമേ എനിക്കും നിങ്ങൾക്ക് വിശ്വാസത്തിൽ, നമ്മുടെ വിശ്വാസത്തിന് ആരോഗ്യമുള്ള വിശ്വാസം നമുക്കുണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഈ നാളുകളായി പിന്നെയും ദൈവം കേൾക്കുന്നത് അതീവ ശ്രദ്ധയോടെ കരുതിക്കൊള്ളാൻ ഇന്ന് പലക്കാലം വചനം നമ്മളെ ഉപദേശിക്കുന്നു. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കണ്ണം മങ്ങുമ്പോൾ, അന്ധകാരത്താൽ എല്ലാ കണ്ണം മങ്ങുമ്പോൾ മങ്ങിടാത്ത കണ്ണെനിക്കുന്നുണ്ട് സ്വർഗത്തിൽ, മങ്ങിടാത്ത കണ്ണെനിക്കുന്നുണ്ട് സ്വർഗത്തിൽ. ഉള്ളിലാകുല ചിന്തയുള്ള മർത്യരേ, ഉള്ളിലാകുല ചിന്തയുള്ള മർത്യരേ, അവൻ വല്ല
അന്ധകാരത്തിൻ്റെതായ കൂരിട്ടേറുമ്പോൾ എല്ലാ കണ്ണുകളും എൻ്റെയും നിങ്ങളുടെയും മുൻപിൽ മങ്ങിപ്പോകുമ്പോൾ, ഹല്ലേലൂയ, ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങളും അറിയണം, മങ്ങിപ്പോകാത്ത, ക്ഷീണിച്ചു പോകാത്ത, തളർന്നു പോകാത്ത ഒരു കണ്ണും കരവും എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വർഗത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്തു. ആർക്കും ആരെയും സഹായിക്കുവാൻ കഴിയാത്ത കാലഘട്ടം, ആർക്കും ആരെയും കാണാൻ പറ്റാത്ത കാലഘട്ടം, പ്രൈസ് ദി ലോർഡ്, ആർക്കും ആരെയും സ്നേഹിക്കുവാൻ പറ്റാത്ത കാലഘട്ടം, ഹല്ലേലൂയ. അത്രമാത്രം അന്ധകാരമെല്ലാം ലോകമെമ്പാടും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഭാരതത്തിൽ മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഞാനും നിങ്ങളും ജീവിക്കുന്ന പട്ടണങ്ങളിൽ മാത്രമല്ല, പ്രൈസ് ദി ലോർഡ്, ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലും കണ്ണോടിച്ചാലും എല്ലാം അന്ധകാരത്താൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ബിസിനസ് നഷ്ടപ്പെട്ടു, ജോലികൾ നഷ്ടപ്പെട്ടു, പ്രൈസ് ദി ലോർഡ്, അനേകരുടേതായ സമ്പത്തുകൾ നഷ്ടപ്പെട്ടു, കുഞ്ഞുങ്ങളുടേതായ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടതായ ഒരു കാലഘട്ടം, പ്രൈസ് ദി ലോർഡ്. സുവിശേഷങ്ങളിൽ നമുക്ക് പ്രകാരം കാണുവാനും കഴിയുന്നുണ്ട്, നഷ്ടപ്പെട്ടതായ ഒരു അധ്യായം, പ്രൈസ് ദി ലോർഡ്. എല്ലാം നഷ്ടപ്പെട്ടു, മകൻ നഷ്ടപ്പെട്ടു, ദ്രഹ്മ നഷ്ടപ്പെട്ടു, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടതായ ഒരു കാലഘട്ടമായിരുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ കാലഘട്ടത്തോട് ഈ കാലഘട്ടം ഉപമിക്കുമോ ഒക്കെ അറിയുവാൻ കഴിയും. നഷ്ടപ്പെട്ടതായ കണക്ക്, നഷ്ടപ്പെട്ടതായ സമയങ്ങൾ, നഷ്ടപ്പെട്ടതായ ജോലികൾ, നഷ്ടപ്പെട്ടതായ ആത്മീയ ജീവിതം, നഷ്ടപ്പെട്ടതായ ഭൗതിക നന്മകൾ, എവിടെ നോക്കിയാലും നഷ്ടത്തിന്റെ കണക്ക്, എവിടെ നോക്കിയാലും വേദനയുടേതായ കണ്ണുനീരിൻ്റെതായ അനുഭവത്തിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ലോകജനമേ, ഇന്ന് പൽക്കാലം ഞാനും നിങ്ങളും അറിയണം, ഹല്ലേലൂയ, ഏതെല്ലാം ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടാലും, ഏതെല്ലാം ഈ ലോകത്തിൽ മങ്ങിപ്പോയെന്നാലും, ഹല്ലേലൂയ, ഒരിക്കലും മങ്ങാത്തൊരു കണ്ണ്, ഒരിക്കലും കുറുകിപ്പോകാത്തൊരു കരം, ഹല്ലേലൂയ, ഒരിക്കലും ക്ഷീണിക്കാത്തൊരു മൊഴി ഇന്ന് പൽക്കാലം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഉണ്ടെന്നുള്ള കാര്യം നാം മറന്നുപോകേണ്ട. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. എൻ്റെയും നിങ്ങളുടെയും മൊഴികൾ കേൾക്കുവാൻ, എൻ്റെയും നിങ്ങളുടെയും ആവശ്യങ്ങൾ കേൾക്കുവാൻ, എൻ്റെയും നിങ്ങളുടെയും വിഷയങ്ങളും അവതരിപ്പിക്കുവാൻ ഈ ലോകത്തിൽ ഒരു കരവും ഒരു ഹൃദയവും നമുക്ക് വേണ്ടി തുറക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ, ഇന്ന് പൽക്കാലം ഞാനും നിങ്ങളും അറിഞ്ഞുകൊള്ളണം, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, മാനുഷികമായ കരങ്ങൾ താണുപോയി. അത് അവരുടെ ആരുടെയും കുറ്റമല്ല, അവരും താണുകൊണ്ടിരിക്കുകയാണ്. അവർക്കും ആരെയും പിടിച്ചു കരകയറ്റുവാൻ കഴിയാത്ത കാലഘട്ടം, ആർക്കും ആരെയും സഹായിക്കുവാൻ പറ്റാത്ത കാലഘട്ടം, ആർക്കും ആരോടും മിണ്ടുവാൻ പോലും പറ്റാത്ത കാലഘട്ടം. എന്നാൽ ഇന്ന് പൽക്കാലം ഞാനും നിങ്ങളും അറിയണം, ഹല്ലേലൂയ, ദൈവത്തിന്റെ വാതിൽ എടുത്തിരുന്നുകൊണ്ട്, ദൈവശബ്ദം കേട്ടുകൊണ്ട്, അവൻ്റെതായ തൃപ്പാദം എടുത്തിരുന്നുകൊണ്ട്, നിങ്ങളുടെ കണ്ണുകളെ നനച്ചുകൊണ്ട്, ഹൃദയത്തെ ദൈവസേനയിൽ പകർന്നുകൊണ്ട്, ഹല്ലേലൂയ, സങ്കീർത്തനക്കാരൻ പറയും പ്രകാരം, ഞാൻ എൻ്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളുടേതായ പായയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ആ ഉയരത്തിലേക്ക് കണ്ണുകളെ നോക്കുമ്പോൾ, നിങ്ങളുടേതായ കണ്ണിൽ നിന്ന് വീടുന്നതായ കണ്ണുനീർ തുള്ളികൾ, ഹല്ലേലൂയ, നിങ്ങളുടെ വസ്ത്രങ്ങളെ നനയ്ക്കുമ്പോൾ, നിങ്ങൾ ഇരിക്കുന്നതായ പായയെ നനയപ്പെടുമ്പോൾ, ഇന്ന് പൽക്കാലം ഞാനും നിങ്ങളും അറിഞ്ഞുകൊള്ളണം, പ്രൈസ് ദി ലോർഡ്, ക്ഷീണിക്കാത്തൊരു കരം, മങ്ങിപ്പോകാത്തൊരു കരം, കുറുകിപ്പോകാത്തൊരു കരം, പ്രൈസ് ദി ലോർഡ്, കുരുടാകാത്ത ഒരു കരം, ഒരു കണ്ണ് എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വർഗത്തിനുണ്ടെന്നുള്ള കാര്യം നാം മറന്നു പോകല്ലേ. അത് മറക്കുന്നത് കൊണ്ടാണ്, അതിനെക്കുറിച്ച് ചിന്തയില്ലാത്തത് കൊണ്ടാണ്, അതിനെക്കുറിച്ച് ഓർമ്മയില്ലാത്തത് കൊണ്ടാണ് ഞാനും നിങ്ങളും മനോഭാരത്താൽ കഴിഞ്ഞുകൂടുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം ദൈവത്തിന്റെ വചനത്തിൽ കൂടിയുള്ളതായ മുന്നറിയിപ്പ് തരുന്നുണ്ട്. അന്ത്യകാലത്ത് സംഭവിക്കുവാൻ പോകുന്നതായ കാര്യങ്ങൾ, ഏതെല്ലാം കാര്യങ്ങൾ ലോകത്തിൽ ഇനിയും നടമാടും, ഇനിയും വരുവാനിരിക്കുന്ന വിപത്തുകൾ എത്ര വലുതാണ്. പ്രൈസ് ദി ലോർഡ്. പഴയ രീതിയിലേക്ക് ഇനി ലോകം വരുമോ ഇല്ലയോ നമുക്ക് കണക്കൂട്ടുവാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിന്റെ വചനം അത് വിളിച്ചു പറയുന്നു. പൗലോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ അത് വിളിച്ചു പറയുന്നു. പ്രവാചകന്മാർ അത് മുന്നേ കൂട്ടിൽ അറിയിക്കുന്നു. അപ്പോസ്തലന്മാരും മുന്നമേ അത് വിളിച്ചു പറയുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ
അവരൊക്കെ പറഞ്ഞിരിക്കുന്നതായ ഈ പ്രവചനാത്മാവിൽ കൂടി, ദൈവത്തിന്റെ വരത്തിൽ കൂടി ലോകത്തോട്, മാനവജാതിയോട്, മനുഷ്യവർഗത്തോട് ദൈവത്തിന് അരുളിച്ചെയ്യുവാൻ, ദൈവത്തിന് കൽപ്പിക്കുവാനുള്ളതായ കാര്യങ്ങൾ മുന്നമേ തന്റെ ദാസന്മാരിൽ കൂടി അറിയിച്ചിരിക്കുന്ന കാര്യം, പ്രൈസ് ദി ലോർഡ്, ഒരു ദൈവത്തിന്റെ അർത്ഥമായി ആ വചനത്തിൽ ആശ്രയിക്കുമ്പോൾ, വചനത്തിൽ വിശ്വസിക്കുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ എന്തെങ്കിലും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ, ഇന്ന് വർക്കാലം ഞാനും നിങ്ങളും അറിഞ്ഞുകൊള്ളണം, ഇതെല്ലാം കർത്താവിന്റെ വരവിന്റെ മുന്നറിയിപ്പാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ നമുക്ക് കടങ്ങിപ്പോകൽ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഉള്ളിലാകുല ചിന്തകൾ, ഹല്ലേലൂയ, മനുഷ്യരെ ബാധിക്കുമ്പോൾ, ഹല്ലേലൂയ, വല്ലവന്റേതായ കണ്ണുകളും, ഹല്ലേലൂയ, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഇത് വർക്കാലം തുറക്കപ്പെടുന്നതായ കാര്യം നമ്മൾ മറന്നു പോകല്ലേ. കർത്തൃനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വർക്കാലം ഞാനും നിങ്ങളും ആരായിരിക്കണം? ഞാനും നിങ്ങളും എങ്ങനെയുള്ളവരായിരിക്കണം? ഹല്ലേലൂയ, പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായി, വചനധ്യാനത്തിങ്കൽ സുബോധമുള്ളവരായി, ദൈവത്തോടുള്ളതായ സാമീപ്യത്തിന് സുബോധമുള്ളവരായിരിക്കുവാൻ വീണ്ടും വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിൽ കൂടി നമുക്ക് മുന്നറിയിപ്പ് തരുന്നു. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ലക്കങ്ങളെല്ലാം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അനേക കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ കർത്താവ് സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ജനത്തിന് വിരുദ്ധമായി, ഹല്ലേലൂയ, ദൈവമക്കൾക്ക് വിരുദ്ധമായി, ആ നല്ല, ഹല്ലേലൂയ, ആ വാർത്തയ്ക്ക് വിരുദ്ധമായി, പ്രൈസ് ദി ലോർഡ്, ആരെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ അവരെല്ലാം അനുഭവിച്ചതായ തിക്തഫലങ്ങൾ എന്താണെന്ന് ദൈവത്തിന് മനസ്സിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാരണം മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കുവാൻ ശ്രമിച്ചതായ ആഹാബോന്റെ കുടുംബവും പിൽക്കാലത്തെ അവന് വന്നതായ ശിക്ഷ, അവന്റെ കുടുംബത്തിന് വന്നതായ അനർത്ഥങ്ങൾ എത്രയോ സത്യമായിട്ട് ദൈവത്തിന്റെ പ്രവാചകന്മാരിൽ കൂടി, ദൈവത്തിൻ്റെതായ ദാസന്മാരിൽ കൂടി ദൈവം മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ള കാര്യങ്ങളല്ലയോ? അതെല്ലാം അനുസരിക്കാതെ പോയി. ഹല്ലേലൂയ, ഇന്ന് വർക്കാലം എനിക്ക് നിങ്ങളെ ഓർപ്പിക്കുവാനുള്ളത്, ദൈവം തരുന്നതായ മുന്നറിയിപ്പുകളെ, ദൈവത്തിന്റെ വചനത്തിൽ കൂടി കേൾക്കുന്ന ദൈവത്തിന്റെ ആലോചനയെ, ദൈവ ശബ്ദത്തെ ഒരു നാളും എന്ത് ചെയ്യരുത്? തള്ളിക്കളയല്ലേ, നിരസിക്കല്ലേ, പുറകിൽ എറിഞ്ഞു കളയരുത്. അതിനെ അനുസരിച്ചുകൊണ്ട്, ആ ശക്തി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ദൈവം കൽപ്പിച്ചിരിക്കുന്നതായ വചനത്തിൽ കൂടി പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ നിറവേറും എന്നുള്ളതായ ഒരു പൂർണ്ണ നിശ്ചയത്തോടു കൂടി വേണം ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുവാൻ. കാരണം ദൈവത്തിന് വചനത്തിന് എന്തില്ല? മാറ്റമില്ല. ദൈവം അരുളിച്ചിരിക്കുന്നതായ കാര്യങ്ങൾക്ക് ഒരിക്കലും മാറ്റം വരുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് വചനത്തിൽ ആശ്രയിക്കുവാൻ ദൈവാത്മാവ് പിന്നെയും നമുക്ക് ആഹ്വാനം തരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വർക്കാലം വീണ്ടും നമുക്ക് 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 2 രാജാക്കന്മാർ 20-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്താണ് അവിടെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യെശയ്യാവ് ഹിസ്കീയാവോട് പറഞ്ഞത്, യഹോവയുടെ വചനം കേൾക്കുക. രാജാവായാലും പ്രഭുക്കന്മാരായാലും ആരായാലും ദൈവത്തിന് അരുളിച്ചെയ്യുവാനുള്ളത് ദൈവം തന്റെ ദാസന്മാരെ കൂടി അറിയിച്ചിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, യെശയ്യാവ് ഹിസ്കീയാവിനോട് പറഞ്ഞത്, യഹോവയുടെ വചനം കേൾക്കുക. രാജാവായിരുന്നാലും പ്രജകളായിരുന്നാലും മന്ത്രിയായിരുന്നാലും ധനവാനായിരുന്നാലും ദരിദ്രനായിരുന്നാലും ആരായിരുന്നാലും ഏത് വ്യക്തി ആയിരുന്നാലും ഏത് ഉന്നത പദവി വഹിക്കുന്നവനായാലും ദൈവത്തിന് അവനോട് പറയുവാനുള്ളത്, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ വചനം കേൾക്കുക. ഹല്ലേലൂയ. രാജാവ് ആക്കി വെച്ചതാണ് രാജാവിനെ, ദൈവം ആക്കി വെച്ചിരിക്കുന്നതാണ് ഭരണാധികാരികളെ. എന്തിനു വേണ്ടിയാണ് ദൈവം ആക്കി വെച്ചിരിക്കുന്നത്? നന്നായി ഭരിക്കുവാൻ, ദൈവത്തെ അറിയുവാൻ.
അതിന് വിരുദ്ധമായി പ്രവർത്തിച്ച ദൈവത്തിൻ്റെതായ കരം വെളിപ്പെടുമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 20-ാം അധ്യായം 2 രാജാക്കന്മാർ 20-ാം അധ്യായത്തിന്റെ 1 മുതൽ കാണുമ്പോൾ ഹിസ്കിയാവിന്റെ ആയുസ്സിനെ ദൈവം നീട്ടിക്കൊടുക്കുന്നു. ഹല്ലേലൂയ. ആ 20-ാം അധ്യായം 1 മുതൽ താഴെയുള്ള ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അക്കാലത്ത് ഹിസ്കിയാവിനെ മരണകരമായ രോഗം ബാധിച്ചു. ആമോസിന്റെ മകനായ ശിയാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തിക്കൊള്ളുക, നീ മരിച്ചു പോകും, സുഖം പ്രാപിക്കുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഒരു നല്ല സന്ദേശം ഇവിടെ അറിയിക്കുക രാജാവിനെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ആരോട് മുഖപക്ഷമില്ല. കാരണം ദൈവം മുഖപക്ഷമുള്ള ദൈവമല്ല. ആരോടും അറിയിക്കേണ്ട കാര്യങ്ങൾ, ആരോടും കൽപ്പിക്കേണ്ടതായ കാര്യങ്ങൾ ദൈവം അരുളി ചെയ്യും. ദൈവം അത് കൽപ്പിക്കും. അതിന് മാറ്റമില്ല. ഹല്ലേലൂയ. ചിലപ്പോൾ വചനത്തിൽ കൂടി ആയിരിക്കാം, പ്രവാചകന്മാരിൽ കൂടി ആയിരിക്കാം, പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരിക്കാം. ദൈവം ഏത് വിധത്തിലാണ് ഓരോ വ്യക്തിയോട് ഇടപെടുന്നത്, സംസാരിക്കുന്നത് നമുക്ക് അറിയുവാൻ കഴിയത്തില്ല. ദൈവശബ്ദം കേൾക്കുമ്പോഴേ നമുക്ക് തിരിച്ചറിവുണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ പ്രവാചകനായ യെശയ്യാവിൽ കൂടി ദൈവം ഹിസ്കിയാവിനോട് അരുളി ചെയ്യുക. എന്താണ് പറഞ്ഞത്? ഹല്ലേലൂയ. നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തിക്കൊള്ളുക, നീ മരിച്ചു പോകും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദൈവം ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ദൈവത്തിന് വേണ്ടി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്താതെ ലോകത്തിന്റെ കാര്യവും ചെയ്യുകയില്ല. ദൈവത്തോടടുത്തിരിക്കുന്ന തന്റെ ദാസന്മാർക്ക് ദൈവം ആ കാര്യം മുന്നറിയിപ്പ് കൊടുക്കും, അരുളി ചെയ്യും. ഹല്ലേലൂയ. താഴോട്ടുള്ള ഭാഗം നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഹിസ്കിയാവ് ചുവരിന് നേരെ മുഖം തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുൻപിൽ നടന്ന് നിന്റെ ദൃഷ്ടിയിൽ നന്മയായത് ചെയ്തിരിക്കുന്നുവെന്ന് ഓർക്കണമേ. ദൈവമേ, ഞാൻ നിന്റെ മുൻപിൽ നടന്ന് ദൈവത്തിന് പ്രസാദകരമായ കാര്യം ചെയ്തു വയ്ക്കുന്നു എന്ന് എന്നെക്കുറിച്ച് ഓർക്കണമേ എന്ന് ഹിസ്കിയാവിനെ ദൈവത്തോട് പറയുവാനൊരു വാക്കുണ്ടായി. ഹല്ലേലൂയ. എന്നാൽ ഈ ആലോചന കേട്ടപ്പോൾ, ദൈവത്തിന്റെ ആ ശബ്ദം കേട്ടപ്പോൾ അവൻ ദൈവത്തോട് മത്സരിക്കുവാൻ തുനിഞ്ഞില്ല. ആലോചനയ്ക്ക് അവൻ കീഴ്പ്പെട്ടു, ആലോചന ഏറ്റെടുത്തു, ആലോചന അനുസരിച്ചു. ഹല്ലേലൂയ. എന്താണ് രാജാവ് ചെയ്തത്? അയ്യോ യഹോവേ, ഹല്ലേലൂയ, നീ എന്നെ എന്ത് ചെയ്യണം? ഓർക്കണമേ. ഈ കാലഘട്ടത്തിലും മനുഷ്യൻ ഒരുപോലെ അയ്യം വിളിക്കുന്ന ഒരു കാലഘട്ടമല്ലേ? യഹോവേ, നീ എന്നെ ഓർക്കണമേ. എന്നെ ഓർക്കുവാൻ ആരുമില്ല. എല്ലാം നഷ്ടപ്പെട്ടൊരു കാലഘട്ടം. മാതാപിതാക്കന്മാർക്ക് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു, കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കന്മാർ നഷ്ടപ്പെട്ടു, സമ്പത്തുകൾ നഷ്ടപ്പെട്ടു, ധനം നഷ്ടപ്പെട്ടു. ആദ്യം ഞാൻ പ്രസ്താവിച്ചതുപോലെ എല്ലാം നഷ്ടപ്പെട്ടൊരു കാലഘട്ടമായിരുന്നു. എന്നാൽ ഇന്ന് ഒരു കാലമെങ്കിലും ഹല്ലേലൂയ ഹിസ്കിയാവിനെ പോലെ നമുക്കും പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? യഹോവേ, നീ എന്നെ ഓർക്കണമേ. ആരും ഓർക്കാത്ത കാലഘട്ടം, എല്ലാവരും മറന്നു കളയുന്ന കാലഘട്ടം. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും കുറഞ്ഞൊരു ഫോൺ സന്ദേശം പോലും അറിയിക്കുവാൻ മടിയുള്ള കാലഘട്ടം, തമ്മിൽ മറന്നുപോയ കാലഘട്ടം. ഹല്ലേലൂയ. ഇന്ന് വലക്കാലം ആ രാജാവിനെ പോലെ നമുക്കൊന്ന് കരയാം ദൈവസന്നിധി. യഹോവേ, എന്നെ ഓർക്കണമേ. എന്നെ നിങ്ങളെ ഓർക്കുവാൻ ആരാ ഉള്ളത്? അനേകർ മറന്നു പോകുമ്പോൾ, അനേകർ തള്ളിക്കളയുമ്പോൾ, ഇന്ന് വലക്കാലം ഞാനും നിങ്ങളും അറിയണം,
എന്നെയും നിങ്ങളെയും ഓർക്കുവാൻ, നമ്മെ ഓർക്കുവാൻ ഒരുവനുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നവൻ, നമ്മുടെ വിഷയങ്ങൾ അറിയുന്നവൻ, നമ്മുടെ ദുഃഖം അറിയുന്നവൻ, നമ്മുടെ വേദന അറിയുന്നവൻ, നമ്മുടെ കണ്ണുനീര് കാണുന്നവൻ, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നവൻ, നമ്മുടെ വിഷയം നമ്മളെക്കാൾ മുന്നമേ അറിയുന്നവനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് ഇന്ന് പൽക്കാലം മടങ്ങി വാ. ഇന്ന് പൽക്കാലം അവന്റെ പാദപീഠത്തിരുന്ന് നമുക്ക് പറയാം, കർത്താവേ, നീ എന്നെ ഓർക്കണമേ. എത്രമാത്രം നിലവിളിച്ചിട്ടും, എത്രമാത്രം സങ്കടങ്ങൾ പറഞ്ഞിട്ടും, എത്രമാത്രം ആവലാദികൾ എല്ലാ വിധത്തിലും പറഞ്ഞതും കേൾക്കുവാൻ ആരുമില്ല, തിരിഞ്ഞു നോക്കുവാൻ പോലും ആരുമില്ല. എന്നാൽ ഈ രാജാവ് കണ്ണുനീരോട് പ്രാർത്ഥിച്ചു, ഹോവേ, നീ എന്നെ ഓർക്കണമേ. ആരാണ് ഓർക്കാനുള്ളത്? ആരാണ് ഓർക്കേണ്ടത്? ആരെയാണ് ഓർക്കേണ്ടത്? ഇവിടെ രാജാവിന് പറയുവാനുണ്ട്. രാജാവിനെ ഓർക്കുവാൻ തക്കവണ്ണമുള്ള കാര്യങ്ങൾ രാജാവിന് പറയുവാനുണ്ട്, ദൈവത്തോട് പറയുവാനുണ്ട്. എന്താണ് രാജാവിന് പറയുവാനുള്ളത്? ഹല്ലേലൂയ. ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും തിരുമുൻപിൽ നടന്നത്. 2 കാര്യങ്ങൾ മാത്രമേ, അല്ലെങ്കിൽ 3 കാര്യങ്ങൾ മാത്രമേ രാജാവിന് ദൈവത്തോട് പറയുവാനുള്ളൂ. ഈ രാജാവ് പറഞ്ഞ പോലെ എനിക്കും നിങ്ങൾക്കും പറയുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ഞാൻ വിശ്വസ്തയോടുകൂടെ ദൈവത്തിന് വരത്തിൽ കാണുന്നു. വിശ്വസ്തന്മാർ കുറഞ്ഞിരിക്കുന്ന കാലഘട്ടം, ഭക്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഇവിടെ ധൈര്യമായിട്ട് ഇവിടെ വാചകൻ പറയാ, ഞാൻ വിശ്വസ്തനായിരുന്നു. എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഞാൻ വിശ്വസ്തനായിരുന്നു, വിശ്വസ്തതയായിരുന്നു. ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലും ഞാനും നിങ്ങളും വിശ്വസ്തരായി തീർന്നിട്ടുണ്ടോ? ഏതെല്ലാം വിഷയത്തിൽ നമുക്ക് പരാജയം വന്നിട്ടുണ്ട്? ഇന്ന് പലക്കാലം ഒന്ന് ഏറ്റുപറയുക. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ ദൈവം ധനം തന്നപ്പോൾ, ദൈവം ഉന്നതിയിലേക്ക് നടത്തിയപ്പോൾ, ദൈവം സമൃദ്ധിയായി അനുഗ്രഹിച്ചപ്പോൾ, നല്ല നല്ല വീടുകൾ, നല്ല നല്ല വാഹനങ്ങൾ, ആവശ്യത്തിന് വേണ്ടതായ സമ്പത്തുകൾ എല്ലാം ദൈവം തന്നപ്പോൾ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമായിരുന്നു. ദൈവത്തോടുള്ള സാമീപ്യം എങ്ങനെയായിരുന്നു? ദൈവം അനുഗ്രഹിക്കും, ദൈവം നന്മകൾ തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഇത് പലക്കാലം എനിക്ക് നിങ്ങൾക്കും പറയുവാൻ കഴിയുമോ? ഞാൻ ദൈവത്തിന് സന്നിധിയിൽ ഏകാഗ്രത ഹൃദയമുള്ളവനായിരുന്നു എന്ന് എത്ര പേർക്ക് ഇത് പലക്കാലം ധൈര്യമായിട്ട് പറയുവാൻ കഴിയും? ഞാൻ വിശ്വസ്തനായിരുന്നു ദൈവസന്നിധിയിൽ. അതാണ് നമുക്ക് സുവിശേഷത്തിൽ കാണുവാൻ കഴിയുന്നത്. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അധികത്തിനും ഞാൻ നിന്നെ വിചാരകനാക്കും. ഇന്ന് പലക്കാലം എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചതായ കാര്യങ്ങൾ, എന്നെയും നിങ്ങളെയും ദൈവം പരമേൽപ്പിച്ചതായ വിഷയങ്ങൾ, എന്നെയും നിങ്ങളെയും ദൈവം ഏൽപ്പിച്ചതായ ദൗത്യത്തിൽ എത്രമാത്രം വിശ്വസ്തരായിരുന്നു, എത്രമാത്രം ഏകാഗ്രത ഹൃദയമുള്ളവരായിരുന്നു. ഹല്ലേലൂയ. അത് മാത്രമല്ല രാജാവിന് പറയുവാനുള്ളത്. അടുത്തത് പറയാണ്, ഹല്ലേലൂയ, തിരുമുൻപിൽ ഞാൻ നടന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു. പറയുവാൻ കഴിയുമോ? 1-ാം സങ്കീർത്തന പ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, ഹല്ലേലൂയ, നടക്കാതെ ഇരിക്കാതെ, പ്രൈസ് ദി ലോർഡ്, ഏകാഗ്ര ഹൃദയത്തോടു കൂടി ആയിരുന്നു. എനിക്ക് നിങ്ങൾക്കും ധൈര്യമായിട്ട് പറയുവാൻ കഴിയുമോ? എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു.
എൻ്റെ ഹൃദയം ഏകാഗ്രതയോട് തന്നെ ആയിരുന്നു. എൻ്റെ നടപ്പ് നിന്റെ പാദപീഠത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ടല്ലേ സങ്കീർത്തനക്കാരൻ പാടിയത്, ഹല്ലേലൂയ, നിന്റെ വചനം എൻ്റെ കാലിന് ദീപമായിരുന്നു, എൻ്റെ പാതയ്ക്ക് പ്രകാശമായിരുന്നു. ദൈവത്തിൻ്റെതായ പ്രകാശം നമ്മുടെ കാലിന് ദീപമായും പ്രകാശമായി ഇരുന്നെങ്കിൽ മാത്രമേ നന്നായി നടക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. 3 വിഷയങ്ങളാണ് പ്രവാചകൻ അല്ലെങ്കിൽ രാജാവ് ദൈവത്തോട് പറയും, കർത്താവേ, എന്നെ ഓർക്കണം. ഞാൻ വിശ്വസ്തനായിരുന്നു, ഞാൻ ഏകാഗ്രത ഹൃദയമുള്ളവനായിരുന്നു, ഞാൻ നിന്റെ സന്നിധിയിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയിട്ടില്ല. എനിക്ക് നിങ്ങൾക്കും പറയുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നേനും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഹിസ്കിയാവ് ഈ വാക്കുകൾ പറഞ്ഞിട്ട് എന്ത് ചെയ്തു? പൊട്ടിക്കരയുകയാണ്. ഒരു തകർന്ന ഹൃദയം, ഒരു നുറുങ്ങിയ ഹൃദയം ഈ നാളുകൾ എനിക്ക് നിങ്ങൾക്കും ആവശ്യമില്ലേ? ഒരു പൊട്ടിക്കരയുന്നതായൊരനുഭവം. ഹല്ലേലൂയ. ഒരു നെടുവേർപ്പിട്ട് കരയുന്ന ഒരനുഭവം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ നാളുകൾ ആവശ്യമായിരിക്കുന്നു. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെതായ പ്രവൃത്തി എന്നിൽ നിങ്ങളും വെളിപ്പെടുവാൻ കഴിയത്തുള്ളൂ. കരയേണ്ട ഒത്തിരി വിഷയങ്ങളുണ്ടല്ലോ, വ്യാകുലപ്പെടേണ്ടതായ ഒരുപാട് വിഷയങ്ങളിൽ കൂടിയാണല്ലോ കടന്നു പോകുന്നത്. മനം നീറുന്ന ആ വിഷയങ്ങളാണല്ലോ ഓരോ ദിവസവും അലട്ടിക്കൊണ്ടിരിക്കുന്നത്, വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പലക്കാലം ദൈവസന്നിധിയിലേക്ക് ഈ 3 വിഷയങ്ങളിൽ ഒന്ന് മടങ്ങി വന്നുകൊണ്ട്, ഒന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തിന് സന്നിധിയിലായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെതായ മറുപടി ലഭിക്കും, ദൈവത്തിൻ്റെതായ കരം വെളിപ്പെടും. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അവന്റെ കരം കുറുകിപ്പോയിട്ടില്ല, എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അവന്റെ ചെവി മന്ദമായിട്ടില്ല, എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ അവൻ്റെതായ പ്രൈസ് ദി ലോർഡ് കരം കുറുകിപ്പോയിട്ടില്ല. ഇന്ന് പലക്കാലം ഒന്ന് മടങ്ങി വന്നെങ്കിൽ എത്ര നന്നായിരുന്നേനും. ദൈവത്തിന് സ്തോത്രം ചെയ്തു. അവൻ ദൈവത്തിനെ ഏറ്റുപറഞ്ഞു. ഇവിടെ നാം ഇപ്രകാരമാണ് കാണുന്നത്. യെശയ്യാവ് നടുമുറ്റം വിട്ടുപോകുന്ന മുന്നമേ അവൻ യഹോവയുടെ അരുളപ്പാടുണ്ടായി, നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ രാജാവായി ഹിസ്കിയാവിനോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. ദൈവം ഉറപ്പ് കൊടുത്തു, ദൈവമായ വാക്ക് കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പലക്കാലം എനിക്കും നിങ്ങൾക്കും വേണ്ടുന്നായ ദൈവശബ്ദം ഇതല്ലയോ? ഹല്ലേലൂയ. യഹോവ എൻ്റെ പ്രാർത്ഥന കേട്ടു. ദാവീദ് പാടുന്നുണ്ട്, യഹോവ എൻ്റെ പ്രാർത്ഥന അതിൽ നിന്നും കേട്ടത് കൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയോ അവനെ വിളിച്ചപേക്ഷിക്കും. മരണവാസന എന്നെ ചുറ്റി, പാതാള വേദന എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ ഉറക്ക നിലവിളിച്ചു. നിങ്ങളുടെ നിലവിളിയുടെ മുൻപിൽ, നിങ്ങളുടെ കണ്ണുനീരിന്റെ മുൻപിൽ, നിങ്ങളുടെ ഏറ്റുപറച്ചിലിന്റെ മുൻപിൽ, നിങ്ങളുടെ സഹതാപത്തിന്റെ മുൻപിൽ ഒരിക്കലും ദൈവം മാറിപ്പോകും ദൈവമല്ല എന്നുള്ള കാര്യം ഇത്തരുണത്തിൽ ഓർക്കുക. മറന്നുപോകല്ലേ. അടുത്തുക, ദൈവസന്നിധിയിലേക്ക് അടുത്തുക. ദൈവസന്നിധിയിൽ ഒന്ന് കരയുവാൻ, ഒന്ന് മനസ്സൊന്ന് തകരുവാൻ, ഒന്ന് മനസ്സൊന്ന് നുറുങ്ങുവാൻ സഹായിച്ചെങ്കിൽ എത്ര നന്നായിരുന്നാണ്. അതുകൊണ്ട് ഇത് പലക്കാലം മടങ്ങുക. ഹല്ലേലൂയ. മങ്ങിപ്പോകാത്തൊരു കണ്ണ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇന്നുണ്ട്. ഈ ലോകത്തിന് അനേക കണ്ണുകൾ എന്നെയും നിങ്ങളെയും കാണുവാൻ കഴിയാതെ മങ്ങിപ്പോകുമ്പോൾ, മങ്ങിടാത്തൊരു കരം, കുറുകിപ്പോകാത്തൊരു കരം ഇന്ന് പലക്കാർ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഉണ്ട്. ധൈര്യപ്പെടുക, ബലം പ്രാപിക്കുക, ശക്തി പ്രാപിക്കുക, വചനത്തിൻ്റെതായ ശക്തി ഏറ്റെടുക്കുക, വചനത്തിന്റെ ബലം പ്രാപിക്കുക. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ.
ഇന്ന് വരക്കാലം ഒന്ന് മടങ്ങി വന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അങ്ങനെ ചരിത്രം നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. എനിക്ക് വേണ്ടിയും എൻ്റെ ദാസനായ ദാവീദിനു വേണ്ടിയും ഈ നഗരം ഞാൻ കാത്തുരക്ഷിക്കും. ദൈവശബ്ദം കേട്ടുകൊണ്ട് ഈ നാളുകളായി മുന്നേറേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കും. അതിന് ബോൽബലകമായി എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയുവാനുള്ളത്? നമുക്ക് മറ്റൊന്നും പറയുവാനില്ലെങ്കിൽ ഇന്ന് വരക്കാലം കണ്ണുനീരോടുകൂടി നമുക്ക് അടുത്ത് വരാം. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സടിയും ദൈവം. പെറ്റുതള്ളയേക്കാൾ ഒറ്റ സ്നേഹിക്കും ദൈവം. ഹല്ലേലൂയ. പലരും കണ്ടും കാണാതെയും പോകുമ്പോൾ ഇന്ന് വരക്കാലം എന്നെയും നിങ്ങളെയും മറന്നു കളയാത്തൊരു ദൈവമുണ്ട്. ബലം പ്രാപിക്കുക. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. അത് തന്നെയാണ് ഇപ്രകാരം പിന്നെ അടുത്ത വാക്യം നമുക്ക് കാണുവാൻ കഴിയുന്നത്. യെശയ്യാവിനോട് പറഞ്ഞത് യഹോവയുടെ വചനം കേൾക്കുക. ഏത് വ്യക്തിയായിരുന്നാലും എങ്ങനെയുള്ള ജീവിതങ്ങളായിരുന്നാലും ഇന്ന് വരക്കാലം ദൈവത്തിന് പറയുവാനുള്ള ദൈവത്തിൻ്റെ വചനത്തിന് ശ്രദ്ധ കൊടുക്കുക. ദൈവത്തിൻ്റെ വചനം കേൾക്കുക. ദൈവത്തിൻ്റെ വചനം വായിക്കുക. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളെ അറിയുക, തിരിച്ചറിയുക. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ അതിന് ഹിസ്കിയാവ് യെശയ്യാവിനോട് നീ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ വചനം നല്ലത് തന്നെ എന്ന് പറഞ്ഞു. എൻ്റെ ജീവിതകാലത്ത് സമാധാനവും സത്യവും ഉണ്ടായിരിക്കില്ലയോ എന്ന് ഞാൻ പറഞ്ഞത്. നീ പറഞ്ഞ വചനം എങ്ങനെയുള്ളതാ? സത്യം തന്നെ, നല്ലത് തന്നെ. അവൻ ആ വചനത്തിന് ശക്തി ഏറ്റെടുത്തു. ഇന്ന് വരക്കാലം എനിക്കും നിങ്ങൾക്കും അത് ഏറ്റെടുക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അതുള്ളതുപോലെ അനുസരിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഹല്ലേലൂയ. അതിന് ഹിസ്കിയാവും യെശയ്യാവോടെ നീ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ വചനം നല്ലത് തന്നെ. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ടല്ലോ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവന്റെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ജീവിതത്തിൽ ദൈവം മാത്രമാണ് നല്ലവനായിട്ട് നമുക്ക് വേണ്ടിയുള്ളത്. ഇന്ന് വരക്കാല വചനത്തിന്റെ ശക്തി അറിഞ്ഞ് അവനെ ആരാധിക്കുക. വചനത്തിന്റെ ശക്തി ഏറ്റെടുത്തുകൊണ്ട് അവനെ ആരാധിക്കുക. ഹല്ലേലൂയ. എത്രയോ കാര്യങ്ങളാണ് ദൈവം നിന്റെ ദാസന്മാരിൽ കൂടി, ദൈവം നിന്റെ പ്രവാചകന്മാരിൽ കൂടി അറിയിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. യഹോവയുടെ വചനം ആർക്കും ഒരിക്കലും എന്തായി മാറരുത്? നിന്നയായി മാറരുത്. ദൈവത്തിന് വചനം ഇഷ്ടമില്ല എന്ന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറയുവാൻ പാടില്ല. ഹല്ലേലൂയ. ഇത് വരക്കാർ വചനമുള്ളതുപോലെ അറിഞ്ഞ്, വചനമുള്ളതുപോലെ ഏറ്റെടുത്ത്, വചനത്തിന് ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിന് പ്രകാരം മുന്നോട്ട് ജീവിപ്പാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. പ്രവാചകനായ യിരെമ്യാവ് പറയുന്നു, ഈ നിയമത്തിന്റെ വചനങ്ങളെ നിങ്ങൾ കേട്ടോ യഹൂദാപുരുഷന്മാരോടും യെരൂശലേം നിവാസികളോടും പ്രസ്താവിപ്പീൻ. നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ നിയമത്തിന്റെ വചനങ്ങളെ കേട്ടനുസരിക്കാത്ത മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അതുകൊണ്ട് ഞാനും നിങ്ങളും ആരായി മാറരുത്? ശപിക്കപ്പെട്ടവരായി മാറരുത്, അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുക. ദൈവം നിന്റെ ദാസന്മാരിൽ കൂടി എനിക്കും നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരുന്നു. നമുക്കത് ഏറ്റെടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. ഹല്ലേലൂയ. നീ ഈ വചനങ്ങളെയൊക്കെയും ഈ ജനത്തോട് അറിയിക്കുമ്പോഴും യഹോവ ഞങ്ങൾക്ക് വിരോധമായി ഈ വലിയ അനർത്ഥമൊക്കെയും കൽപ്പിച്ചതെന്ത് എന്നാണ് ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് വർക്കാണ് ഞാനും നിങ്ങളും അറിയണം, അനുസരിക്കുക, ഏറ്റെടുക്കുക, ബലം പ്രാപിക്കുക, കർത്താവിൻ്റെ
പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം എന്താണ് നമുക്ക് കാണുവാൻ നോക്കട്ടെ. 2 രാജാക്കന്മാർ ഹല്ലേലൂയ 23-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. എന്നാൽ യോശുവാവ് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ മലയിലുണ്ടായിരുന്ന കല്ലറകൾ കണ്ടു. അവൻ ആളയച്ച് കല്ലറകളിൽ നിന്ന് അസ്ഥികൾ എടുപ്പിച്ചു. ഈ കാര്യം മുന്നറിയിച്ചിരുന്ന ദൈവപുരുഷൻ പ്രസ്താവിച്ച് യഹോവയുടെ വചനപ്രകാരം ആ യാഗപീഠത്തിന്മേൽ വെച്ച് ദഹിപ്പിച്ച് ഇത് അശുദ്ധമാക്കി. പിന്നെ ദൈവത്തിന്റെ വനത്തിൽ കൂടി അറിയിക്കുന്ന ആ അരുളപ്പാട് ഇന്ന് വർക്കാലം ഞാനും നിങ്ങളും എന്ത് ചെയ്യണം? അറിയുക, ഏറ്റെടുക്കുക. ദൈവം തന്റെ പ്രവാചകന്മാരിൽ കൂടി അറിയിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെയും വചനങ്ങൾ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, അത് ഏറ്റെടുക്കുക, അതിൽ ബലം പ്രാപിക്കുക, അതിൽ തന്നെ ആശ്രയിക്കുക. ദൈവം അതാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ വനത്തിൻ്റെതായ സത്യങ്ങളെ, വനത്തിൻ്റെതായ ആഴങ്ങളെ ഹല്ലേലൂയ ധൈര്യത്തോടുകൂടി എന്നെ അനുസരിച്ചുകൊണ്ട് മുന്നേറിയാൽ അതിൻ്റെതായ വിടുതലും അതിൻ്റെതായ രക്ഷയും നമുക്ക് കാണുവാൻ അനുഭവിക്കുവാനും കഴിയും. 2 രാജാക്കന്മാർ 24-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഇപ്രകാരം കാണുന്നു. 2 രാജാക്കന്മാർ 24-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. പ്രവാചകന്മാരായ തന്റെ ദാസന്മാർ മുഖാന്തരം യഹോവ അരുളി ചെയ്തിരുന്ന വചനപ്രകാരം അവൻ അവരെ യഹൂദയെ നശിപ്പിക്കത്തക്കവണ്ണം അതിൻ്റെ നേരെ അയച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഇതനുസരിച്ച് ആ രക്ഷയ്ക്കിടയാകും, അനുസരിക്കാത്തവർ അഗ്നിക്കിടയാകും. ദൈവം നല്ലതും തീയതുമായ കാര്യങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ അതിൻ്റെതായ അന്തസ്സത്ത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വചനത്തിന് ശക്തി ഏറ്റെടുത്തിന് മുന്നേറുവാൻ പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് ദൈവം നമുക്ക് മുന്നറിയിപ്പ് തരുന്നത്? എന്തിനാണ് ദൈവം തന്റെ ശബ്ദം കേൾപ്പിക്കുന്നത്? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു, ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂദേവന്റെ നിവാസവും ദൈവത്തിനുള്ളത്. അതുകൊണ്ട് ഇത് ദൈവത്തിനുള്ളതാണ്. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെതാണ്. ആ ദൈവത്തിൻ്റെതായ ശക്തി ഏറ്റെടുക്കുക, ബലം പ്രാപിക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു. സംഭവങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുന്നു. ഒന്നിനു പുറകെ ഒന്ന് മറ്റൊന്ന് ലോകമെമ്പാടും കീഴ്പ്പെടുത്തക്കത് വിധത്തിലുള്ളതായ അനർത്ഥങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനും നിങ്ങളും ആരായിരിക്കണം? ഒന്നും അറിയാത്ത പൊട്ടന്മാരെ പോലെ ഇരിക്കുവാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവ്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ബുദ്ധി, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യം, സമ്പത്ത്, ബലം ഇതെല്ലാം ദൈവത്തിന് വേണ്ടി മാത്രമായിരിക്കുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ തന്റെ കാന്തയെ ചേർക്കുവാൻ സമയം അടുത്തിരിക്കുന്നു. അതിൻ്റെതായ മാറ്റലുകളാണ്, അതിൻ്റെതായ ഇരമ്പലുകളാണ് ഈ നാളുകളായി ഞാനും നിങ്ങളും കേട്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്നത്. കൈവിടപ്പെട്ടു പോവാൻ ഇടയാകാതെ വണ്ണം ദൈവം തന്നെ വരത്തിൽ കൂടി, പ്രവാചകന്മാരിൽ കൂടി, അപ്പോസ്തലന്മാരിൽ കൂടി അറിയിച്ചിരിക്കുന്ന ആ സന്ദേശങ്ങൾ ഏറ്റെടുക്കുക, ബലം പ്രാപിക്കുക. വിശ്വാസത്തെ ഞാനും നിങ്ങളും ആരായി തീർന്ന് ക്ഷീണിച്ചു പോകണ്ടേ, തളർന്നു പോകാൻ ഇടയാകാതെ വണ്ണം ധൈര്യത്തോടെ മുന്നേറുവാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാണപ്രിയന്റെ വരവടുത്തിരിക്കുന്നു, നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. ഒരുങ്ങുക, ഉണരുക, എഴുന്നേൽക്കുക. പ്രൈസ് ദി ലോർഡ്. എന്റെ മണവാളനെ, എന്റെ കനിഞ്ഞാവനെ, നിന്റെ വരവിനു താമസം ഏറെയാകുമ്പോൾ, വരവിനു താമസം ഏറെയോ, എന്റെ മണവാളനെ, എന്നിൽ കനിഞ്ഞവനെ, നിന്റെ വരവിനു താമസം ഏറെയാകുമ്പോൾ, വരവിനു താമസം ഏറെയോ, നിന്റെ വരവിനെ വേള
വരവിനു താമസം ഏറെയോ നിന്റെ വരവിനെ വെളിവാക്കും അടയാളമാക്കിലവും നിറവേറുന്നതും ഇന്നു കാണുന്നേ പ്രിയ വരവിനു താമസമേറെയോ മഹാപരിശുദ്ധ ഗുരുവേ തിരുമുൻപിലടിയാനോ പരിശുദ്ധ മണവാട്ടിയായി ശോഭിപ്പാൻ പരിശുദ്ധരാക്കിടണേ എന്നെയും മഹാപരിശുദ്ധ ഗുരുവേ തിരുമുൻപിലടിയാനും പരിശുദ്ധ മണവാട്ടിയായി ശോഭിപ്പാൻ പരിശുദ്ധനാക്കിടണേ എന്നെയും എന്റെ മണവാളനെ എന്നിൽ കനിഞ്ഞവനെ നിന്റെ വരവിനു താമസം ഏറെയാകുമ്പോ വരവിനു താമസമേറെയോ മഹാകരുണയോടടിയാനെ സദാകാല വിവാഹത്തിൽ ഒരുങ്ങുന്ന മണവാട്ടിയായി തീരുവാൻ തിരഞ്ഞെടുത്തതും ഓർത്തു വാഴ്ത്തുന്നേ മഹാകരുണയോടടിയാനെ സദാകാല വിവാഹത്തിൽ ഒരുങ്ങുന്ന മണവാട്ടിയായി തീരുവാൻ തിരഞ്ഞെടുത്തതും ഓർത്തു വാഴ്ത്തുന്നേ എന്റെ മണവാളനെ എന്നിൽ കനിഞ്ഞവനെ നിന്റെ വരവിനു താമസം ഏറെയാകുമ്പോ വരവിനു താമസമേ ഏറെയോ എന്റെ മണവാളനെ എന്നിൽ കനിഞ്ഞവനെ നിന്റെ വരവിനു താമസം ഏറെയാകുമ്പോ വരവിനു താമസമേറെയോ. നമ്മുടെ കർത്താവിന്റെ വരവടുത്തിരിക്കുന്നു. മണവാളൻ പ്രൈസലോ അവന്റെ വരവടുത്തിരിക്കുന്നു. ഒരുങ്ങ തന്റെ കാന്തയെ ചേർക്കുക. ആരും കൈവിടപ്പെട്ടു പോകല്ലേ, ആരും തള്ളപ്പെട്ടു പോകല്ലേ. വചനത്തിൽ ശക്തി ഏറ്റെടുക്കുക, ബലം പ്രാപിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ രാത്രി സഭാല സമയത്തിനായി നന്ദി പറയുന്നു. നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. ഒരു ആവശ്യം കൂടെ തൃപ്പാദമെടുത്തിരുന്നുകൊണ്ട് ദൈവനം കേൾക്കുവാൻ, വചനം വിളിച്ചു പറയുവാൻ ഒരവസരം കൂടി ദാനമായി തന്നതിനായി ശ്രദ്ധിക്കുന്നു. ഇന്ന് പലക്കാലം രാജാവിനെ പോലെ ഹാലരി എന്ന് മടങ്ങി വരുവാൻ, കണ്ണുനീരോടുകൂടി ദൈവസനിൽ പ്രാർത്ഥിപ്പാൻ, വിശ്വസ്തയോടെ ദൈവസനിൽ നിൽപ്പാൻ, ഹാലലുയ കർത്താവെ, വിശ്വസ്തയോടെ ദൈവസനിൽ നടക്കുവാൻ അതിനുള്ള കൃപ ഞങ്ങൾക്ക് പിന്നെ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തെ മുറ്റും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ ദൈവസനിൽ കടന്നു വരുവാൻ താവേ ജീവിതങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ വന കഴിവർക്ക് എൻ്റെ ഒരു വിടുതലിനും അനുഗ്രഹത്തിനും ഒരു മടങ്ങി വരവിനും കാരണമാക്കി അവിടുന്ന് മാറ്റിയെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വനം ആരെല്ലാം ശ്രദ്ധിക്കുന്നു, ആരെല്ലാം കേൾക്കുവാൻ താല്പര്യപ്പെടുന്നു, അവരെല്ലാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. അവരുടെ ആവശ്യങ്ങൾ, അവരുടെ വിഷയങ്ങൾ, അവരനുഭവിക്കുന്നതായ ദുഃഖങ്ങൾ, വേദനകൾ, അവരനുഭവിക്കുന്നതായ കണ്ണുനീരും, അവരുടേതായ വിഷയങ്ങൾ സ്വർഗം അറിഞ്ഞു അവർക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ. അടഞ്ഞിടക്കുന്ന വഴികൾ ഈ ജനത്തിന് വേണ്ടി അവിടെ തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സമ്പത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ബിസിനസ് നഷ്ടമായി പോയെങ്കിൽ, കഴിഞ്ഞ കാലങ്ങളെക്കാൾ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതെല്ലാവർക്കും മടക്കി കൊടുത്തു. ഹല്ലേലൂയ, അവർക്ക് ഇരട്ടിയായി കൊടുത്തു. നീ അവരെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. സ്വർഗം പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയയോടെ കേൾക്കണം. ജീവനുള്ള പിതാവേ, ആമേൻ. നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഏത് സമയത്തും ഒരുക്കമുള്ളവരാണ്. ഈ വചനങ്ങളാൽ ദൈവാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.